മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ഷെഡൂർ ഗോപാലകൃഷ്ണൻ തൻ്റെ ഏറ്റവും പുതിയ ചിത്രവുമായി രംഗത്ത് വന്നിരിക്കുന്നു. മീഡിയാസിലൊക്കെ ഞാനും ഈ വാർത്തകൾ കാണുന്നു, കേൾക്കുന്നു. സന്തോഷം, നല്ല സിനിമയെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. 80കളുടെ അവസാനവും 90കളിലുമൊക്കെ കലാസിനിമയെ സ്നേഹിച്ചിരുന്ന എന്നെ പോലുള്ളവർക്ക് ആ സിനിമ നൽകിയ ഒരു സുഖം അത് നാമൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം ക്രൂരന്മാരുടെ ഇടയ്ക്ക് സാത്വിക ഗുണമുള്ളൊരു സുഹൃത്തിനെ കിട്ടും പോലെയാണ് അന്നത്തെ ബഹളമയമായ സിനിമകൾക്കിടയ്ക്ക്, തല്ലിപ്പൊളി സിനിമകൾക്കിടയ്ക്ക് ശ്രീ അരവിന്ദനും ഷെഡൂർ ഗോപാലകൃഷ്ണനും അല്ലെങ്കിൽ ഒരു KR മോഹനും ഇമാതിരി സംവിധായകരുടെ ചിത്രങ്ങൾ ഇപ്പോൾ ഓർമ്മ വരികയാണ്. ടി വിയിൽ 90കളുടെ ആദ്യമൊക്കെ ടി വിയിലാണ് ശ്രീ അരവിന്ദൻ്റെയും മടൂരിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ഞാൻ കാണുന്നത്. അപ്പോൾ മുൻകൂട്ടി അറിയിപ്പുണ്ടാവും ചിത്ര പ്രദർശനത്തെക്കുറിച്ച്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ സിനിമകളെക്കുറിച്ച് ഉള്ള നിരൂപണങ്ങൾ, വിശദമായ നിരൂപണങ്ങൾ ശരിക്കും വായിച്ചതിനു ശേഷം സിനിമ കാണാനിരിക്കുന്ന എന്നിലെ അന്നത്തെ ആസ്വാദകനെ എന്ന് കൗതുകപൂർവം അല്ലെങ്കിൽ അന്നത്തെ ആ ഉത്സാഹത്തെക്കുറിച്ച്, സിനിമയോടുള്ള ആവേശത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചും ചിന്തിച്ചും പോവുകയാണ്. എങ്കിൽ മാത്രമേ ഒരു റെഫറൻസും പഠനവുമൊക്കെ നടത്തിയതിന് ശേഷമുള്ള കാഴ്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുകയുള്ളൂ. എങ്കിൽ പോലും സംവിധായകർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും എന്നെപ്പോലുള്ള പ്രേക്ഷകർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എങ്കിലും അന്നത്തെ ക്രൂരന്മാരുടെ ഇടയ്ക്ക് സാത്വിക ഗുണമുള്ള ഒരു സുഹൃത്തിനെ കിട്ടിയ പ്രതീതിയാണ് ഇമാതിരി ചിത്രങ്ങൾ ഞങ്ങൾക്ക്, നല്ല സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കെന്ന് നൽകിയത്. എന്തായാലും മടൂരിൻ്റെ പുതിയ ചിത്രം കാണാൻ ആഗ്രഹമുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ഈ ഒരു സന്തോഷം ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഇവിടെ പങ്കുവച്ചതാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ.